മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കുവൈറ്റിലേക്ക് വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. കുവൈറ്റിൽ നിരവധിയിടങ്ങളിൽ മിസൈൽ ആക്രമണം ഉണ്ടായി. അതിനിടെ ഹോർമൂസിൽ ചരക്ക് കപ്പലുകൾക്ക് ഫീസ് ചുമത്താനുള്ള നീക്കം ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ദുബായിൽ നിന്നും ചേരുകയാണ്. സുരേഷ്, ഇപ്പോൾ കുവൈറ്റിൽ എവിടങ്ങളിലേക്കൊക്കെയാണ് ആക്രമണം ഉണ്ടായത്? എത്ര രൂക്ഷിതമായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്? വീണ്ടും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് യുദ്ധത്തിൽ, അതായത് ഇതുവരെ ഇല്ലാത്തവണ്ണം എന്ന തലത്തിലേക്കൊക്കെ പറയുന്ന രീതിയിലേക്ക് അതിനൊരു ഭീകരത ഉണ്ടാകുന്നത്. ഇപ്പോൾ വീണ്ടും കുവൈറ്റിൽ പലയിടങ്ങളിലായി ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം വരികയാണ്. സുരേഷ് വെള്ളിമുറ്റമുണ്ട്. സുരേഷ്, പറയൂ, എവിടങ്ങളിലൊക്കെയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണം ഇപ്പോൾ അല്പം മുൻപ് കുവൈറ്റിലേക്ക് ഉണ്ടാകുകയാണ്. കുവൈറ്റിലെ അലി അൽ സലീം അമേരിക്കൻ വ്യോമതാവളമാണ്. അവിടത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്പം മുൻപ് ആക്രമണം ഉണ്ടായത്. ഇത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായാണ് പകൽ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത് രാത്രി കാലങ്ങളിലെ ആക്രമണമായിരുന്നു. പക്ഷേ ഇപ്പോൾ പകൽ പോലും ആക്രമണം നടക്കുന്നു. കുവൈറ്റ് സമയം വൈകുന്നേരം 6:00 ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. വലിയ തോതിൽ സ്ഫോടന ശബ്ദമൊക്കെ ആകാശത്തു നിന്നും കേൾക്കാമായിരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനം സജീവമാക്കിയതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, കുവൈറ്റിലൂടെയുള്ള വിമാന സർവീസിനെയും കാര്യമായി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഹൈദരാബാദിൽ നിന്നുമുള്ള ഇൻഡിഗോ വിമാനം കുവൈറ്റിൽ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ അത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ് ഫ്ലൈറ്റ് റഡാറൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കുവൈറ്റിൽ ഇപ്പോൾ വലിയ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തുടരുന്ന ജാഗ്രതയും രാവിലെയൊക്കെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമൂസിൽ ചരക്ക് കപ്പലുകൾക്ക് ഫീസ് ചുമത്താനുള്ള നീക്കം, അതിൽ നിന്നും ട്രംപ് പിന്മാറുന്നതായി അറിയുന്നു. എന്താണ് പിന്മാറ്റം? എന്താണ് വിശദീകരണം? അക്കാര്യത്തിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അല്പം മുൻപാണ് ഒരു വിശദീകരണം വന്നത്. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണകർത്താക്കളുമായി താൻ സംസാരിച്ചു. അവരുമായി സംസാരിച്ച ശേഷം ഇപ്പോൾ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. ഇന്നു മുതൽ 20% നികുതി അല്ലെങ്കിൽ ഫീസ് ചുമത്താനാണ് തീരുമാനിച്ചിരുന്നത്. ഹോർമുസിലൂടെ കടന്നു പോകുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും ചരക്കിന്റെ വാല്യൂവിന്റെ 20% നികുതി ചുമത്താനാണ് തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനത്തിൽ നിന്നും താൻ പിന്മാറുകയാണ്. മറിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന വ്യാപാര നിക്ഷേപ കരാറുകൾ, ആ കരാറുകൾക്ക് 20% റീഇംബേഴ്സ്മെന്റ് നികുതി എന്നുള്ള രീതിയിൽ പുതിയ നികുതി കൊണ്ടുവരാനാണ് ആലോചിക്കുന്നത് എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതായത് ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഫീസ് ചുമത്തില്ല. മറിച്ച് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പുതിയ വ്യാപാര വാണിജ്യ കരാറുകൾക്ക്, നിക്ഷേപ കരാറുകൾക്കൊക്കെ പുതിയ തരത്തിലുള്ള ഒരു നികുതി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. സുരേഷ് വെള്ളിമുറ്റമാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.